ഹലോ ഗായ്സ്, നമ്മളിന്ന് ഇതിനടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ പോകുന്നതാണ്. ഇതിന് കുറച്ച് അങ്ങോട്ടാണ് അറത്തിൽ ഭഗവതി ക്ഷേത്രം എന്ന പേര്. ഞാനും അക്കവും ദിശാനും കൂടി പോകുന്നതാണ്. കുറച്ച് നടക്കാനുണ്ട്, വണ്ടി വരുന്നുണ്ട്. ഹലോ ഗായ്സ്, പിന്നെ ഇതാണ് നമ്മളെ പള്ളിക്കാട്. അങ്ങോളം പള്ളിക്കാട് ഇന്ന് ഇവിടം വരെ കഴിഞ്ഞ് വലിയൊരു പറമ്പാണ്. വലിയ പറമ്പാണ്. ഇപ്പം വീട് വരുന്നുണ്ട്, 2 വീട് വരുന്നുണ്ട്. ഇതൊന്നും ഇടാം. സത്യം മണ്ടലിയുടെ ഗ്രൗണ്ടേനു കാട് കുടിച്ചല്ലോ അച്ഛമ്മ. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു പള്ളിയാണ് ഇത്. പള്ളീൻ്റെ ഇപ്പുറമുള്ളൊരു ഇതാണ് അപ്പുറം പള്ളി. ആ പള്ളീൻ്റെ കിണറ്റിലാണ് മാക്കത്തിനെല്ലാം കുത്തിയ കിണറാണ് ആട പള്ളി, അച്ചങ്കരപ്പള്ളി. ഇത് പിന്നെ അതിൻ്റെ ഇപ്പുറം ഇത് നമ്മളെല്ലാം പോകുന്നതാണ്. പോകും നമ്മൾ ചന്ദനത്തിരിയെല്ലാം കൊണ്ടുപോകും, അതിൻ്റെ ഉള്ളിലെല്ലാം കയറും. ഗായ്സ്, ഇതാണ് എന്താ അർത്തക്കാവിൽ പോകേണ്ട എളുപ്പ വഴി. അല്ലാകുമ്പോൾ നമ്മൾ കുറേ ചുറ്റണ്ടേ. പള്ളീൻ്റെ അങ്ങനെ ചുറ്റണം, ഇതാകുമ്പോൾ വേഗം ഇത് ഇവിടെ എത്തി. അതെ, ചെറിയ അടിയും. അങ്ങ് കാണുന്നതാണ് തലശ്ശേരി റോഡ്. തലശ്ശേരി കാപ്പുമല തലശ്ശേരി റോഡാണ്. ഒരു വിശാലമായ അടി. അടുത്ത് കാവ് കൊടുക്കണ്ടിക്കൽ വെളിച്ചെണ്ണ വേണം. അത് ആടെ ഉണ്ട്, ആ വീട്ടിൽ. ആടെ ഇനി പോയിട്ട് മേടിച്ച് കൊണ്ട് തരണം. ഇപ്പം കൊണ്ട് അപ്പുറത്തെ സൈഡിൽ ഞാൻ അവിടെ നിൽക്കും. ഇത് നമ്മൾ പോണ വഴിക്ക് കണ്ട കാഴ്ചകളാണ് ഗായ്സ്. ഇതാണ് വെളിച്ചെണ്ണ വാങ്ങുന്ന സ്ഥലം ഗായ്സ്. നമ്മൾ ഇവിടുന്ന് ഇറങ്ങി വെളിച്ചെണ്ണ കിട്ടി. നമ്മളിതാ റോഡ് സൈഡിലോട്ട് ഇങ്ങനെ പോവുകയാണ്. ഇത് നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ബസ്സിൻ്റെ വർക്ക്ഷോപ്പാണ് ഗായ്സ്. ഗായ്സ്, ഇതാണ് അർത്തക്കാവിൽ പോകേണ്ട റോഡ്. നമ്മളിത് മോഹിനിയാട്ടം ഷൂട്ട് ചെയ്ത സ്ഥലം കാണിച്ചതേ. മോഹിനിയാട്ട സിനിമ മൂവി ഷൂട്ട് ചെയ്ത സ്ഥലം കാണിച്ചത് ഇതിൻ്റെ അടുത്താണ് കാണിച്ചതേ. ഗായ്സ്, ഇതല്ല പണ്ടാട്ടോ ഇത്ര വീടൊന്നും ഇല്ല. ഇപ്പം അടുത്ത് വന്നതാണ് ഇതെല്ലാം. ഗായ്സ്, സൺസെറ്റ് ആണ് ഗായ്സ്. ഇത് സൺസെറ്റ് ഗായ്സ്. ഇതാണ് മുളങ്കാട്. മുളങ്കാട് പണ്ടൊരു ബനിയൻ കമ്പനി. പണ്ടത്തെ ബനിയൻ കമ്പനിയാണ് ഗായ്സ്. കേരള വൈദ കേരള സർക്കാർ പിടിക്കുമായിരിക്കും അല്ല അച്ഛമ്മ. മോഹിനിയാട്ടം ഷൂട്ട് ചെയ്ത സ്ഥലം എത്താനായി. ഈ വളവും കൂടി കഴിഞ്ഞാൽ മോഹിനിയാട്ടം ഷൂട്ട് ചെയ്ത സ്ഥലം എത്തി അല്ല അച്ഛമ്മ. ഭഗവതി ക്ഷേത്രം എത്താനായി നമ്മൾ. പിന്നെ ഇല്ല എന്തേലും പറയാൻ വന്ന ഈ വളവ് കഴിഞ്ഞു. ഒരിക്കൽ നിങ്ങൾ നമ്മളെപ്പര സുമതി വളവ് സിനിമ കാണാൻ വന്ന് ഞാൻ പേടി. നിങ്ങൾ ഇങ്ങനെ എങ്ങനെയാണ് സീറ്റിലിരുന്ന് ഇങ്ങനെ എങ്ങനെയാണ് ഇരുന്ന് ഇങ്ങനെ ആ സീറ്റിൻ്റെ കൈവെക്കുന്ന അടി ഇരുന്ന് കാണും. വലിയ പേടിയില്ലാണ്ട്. എയറോപ്ലെയിൻ പോലത്തെ മലയാ കണ്ട വരാണ്ടിട്ടോ. വണ്ടി വരുന്നുണ്ടോ? ഇതാ നമ്മളെ മോഹിനിയാട്ട സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലത്ത് ഗായ്സ്. ഇവിടുന്നാണ് മോഹിനിയാട്ടം ഷൂട്ട് ചെയ്തത്. അവിടുന്ന് ഇങ്ങനെ പോലീസ് ജീപ്പ് വന്നിട്ടില്ല, ഇങ്ങനെ
ഇങ്ങനെ ഒറ്റക്കേട് അങ്ങോട്ട് പോകലേ ഇത് വേറെ ഏതോ സിനിമ നാട് ഇരുകൂട്ടം മറ്റേ പാട്ട വണ്ടിയില്ലേ സ്പീഡ് കൂടുന്നതിന് ഒറ്റയും കൂടുന്ന വണ്ടി ഇതിലൂടെ പോയേ ആ സീന് വന്ന് ഇടിയുണ്ടായേ ഉയ് ഞാൻ ആദ്യം ആ സീന് കണ്ട് തലയങ്ങ് നോക്കിപ്പോയി ഇങ്ങനെ അച്ഛമ്മ ഇങ്ങനെ ഇത് സുമത്തോട് കണ്ട പോലെ ഇങ്ങനെ കിടന്നിട്ട് തന്നെ അപ്പോൾ ഞാനില്ല ഈ സ്ഥലം കണ്ടിട്ട് ഞാൻ അങ്ങ് തലയങ്ങ് പൊന്തിച്ച് ഞാനങ്ങ് ഞെട്ടിപ്പോയി അന്നേരം. അച്ഛമ്മ ഇത് ഏത് ക്ഷേത്രേനു? അതിന്റെ ഭാഗമായിട്ട് തന്നെ സർപ്പക്കാവ. പറഞ്ഞോടോ. അർത്തക്കാവിലെത്താനായി. ഇനി അടുത്തത് അർത്തക്കാവാണ്. ഇനി അടുത്ത ഇത് അർത്തക്കാവിന്റെ ഭാഗാ. അത് അർത്തക്കാവിന്റെ സർപ്പക്കാവ്. ഇനി ഇങ്ങോട്ടാണ് പിണറായി നമ്മളെ ആദ്യത്തെ മുഖ്യമന്ത്രിന്റെ വീട് ഇങ്ങോട്ടാണ്. പിണറായി വിജയന്റെ വീട്. ആദ്യത്തെ മുഖ്യമന്ത്രിന്റെ വീട്. ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അല്ല ഇപ്പം കഴിഞ്ഞു. വി.ഡി. സതീശൻ. വി.ഡി. സതീശൻ. ഫോട്ടോ അടിച്ചു ഈ കീത്തം കഴിഞ്ഞ ഇത് അമ്പലമാണ്. ഓർമ്മയില്ല നമ്മള് ബുക്ക് പൂജിക്കാൻ വേണ്ടിയല്ലേ പെരുത്ത്. കൈനേന്റെ ഒന്നും ദിശാൻ വന്നിട്ടില്ല. കൈനേന്റെ കൈനൊല്ലം വന്നിന്. കൈനേന്റെ കൈനൊല്ലം വന്നിട്ടില്ല. അതോ അംഗനവാടി പഠിക്കുമ്പോ UKG. ഇതാണ് ഗൈസ് അമ്പലക്കുളം. കാണുന്നുണ്ടോ? കാണിച്ചരേ. ആറിന് കാണിക്കും. ഇതാണ് വണ്ണാരൂർത്ത്. അടിയും കുറേ വണ്ണാരുണ്ട്. അമ്പലക്കുളം. ഇതാണ് അമ്പലക്കുളം. അതാ അമ്പലത്തിൽ കുളത്തിലൊന്നും ചെയ്യാൻ പാടില്ല. ഇടക്ക് വെള്ളത്. നോക്ക്. ചെയ്യാനൊന്നും പാടില്ല. കോട്ടം പറഞ്ഞ ശരിയാ. വെടിക്ക് വെള്ളം തന്നെയാ. ഉമ്മ വെക്കുന്നാടാ. അച്ഛമ്മ ഡ്രസ്സ് കഴിക്കില്ല. ഇപ്പം ആൺകുട്ടികളും ആണുങ്ങളും ആണ് കഴിക്കുക. ഷർട്ടും ബനിയനും ഇങ്ങനത്തെ ഒന്നും ഇട്ടിട്ട് കാര്യമില്ല. ആൺകുട്ടി ആണുങ്ങൾ ഗേൾസിനെല്ലാം ഇവിടെ ചെരുപ്പ് കഴിച്ചു.
എന്ത് റോക്കറ്റ് പോയോ? വിമാനം പോയ കളിയാണ് ദിശാന. റോക്കറ്റ് പോയ കളിയൊന്നുമല്ല അത്. നമ്മൾ വന്നോ പ്രസാദം മേടിച്ച മനെ നമ്മളിവിടെ അടുത്ത് തന്നെയാണ്. കായലോട് അച്ചങ്കര പള്ളീൻ്റെ അടുത്ത്. അങ്ങനെ കുടിച്ചു. ഇതാണ് ഗായ്സ് ഇവിടുത്തെ വെള്ളത്തിൻ്റെ അവസ്ഥ. ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് ആമയുണ്ടോ? മീനൊന്നും ഉണ്ടാവില്ല. മീനെല്ലാം ഉണ്ടെങ്കിൽ തന്നെ ചത്തോ. വെടുക്കുള്ളതാണ്. ഏപ്രിൽ മാസം കഴിഞ്ഞില്ലേ? കഴിഞ്ഞ്. ഏപ്രിൽ മാസം കഴിഞ്ഞ്. വലിയ ഭഗവതി, വലിയ മുടി വെച്ചിട്ടുള്ള ഭഗവതി ഉണ്ടാവും. ചാനൻ്റെ അടുക്കൊക്കെ ഉണ്ടാ താണിയാ ഭഗവതി. ആനൻ്റെ അടുക്കുള്ള ഭഗവതിൻ്റെ മുടിയാന്നത്. അങ്ങനത്തെ വലിയ മുടിയാ ഭഗവതി വെക്കുക തെയ്യത്തിന്. നമ്മൾ വാടിയുണ്ട് കേട്ടോ മലാല്. മലാലും ഉണ്ട് കേട്ടോ. ഇവിടെ ഗുളികനുണ്ടോ? കുട്ടിച്ചാത്തൻ അങ്ങൂല്ലേ? പറമ്പായി ചന്ദനെല്ലാം പെരങ്ങി. ചന്ദനെല്ലാം പോയി. വൈകിട്ടാകുമ്പം ഗായ്സ് ആൾക്കാർ ഇങ്ങനെ വരലുണ്ട്. പോവാ ചന്ദൻ വേണം എനിക്ക്. ഗായ്സ് നമ്മൾ അമ്പലത്തിൽ നിന്ന് മടങ്ങുകയാണ്. ഗായ്സ് അമ്പിളി മാമൻ വരെ ഇവിടെ വന്ന്. ഇത്രയും സൂം ചെയ്ത് മാക്സിമം ആണ് ഗായ്സ്. ഇതാണ് ഗായ്സ് മോഹിനിയാട്ടം ഷൂട്ട് ചെയ്ത്. ആ വണ്ടി പോകുന്ന അതിലൂട്ടിയാണ് മോഹിനിയാട്ടം ഷൂട്ട് ചെയ്തത്. ഈ വണ്ടി പോകുന്ന ഇത് സ്പ്ലെൻഡർ ആണോ RX100 ആണോ? നല്ല കാട് എന്ന് പറഞ്ഞാൽ ഭയങ്കര എല്ലാ സ്ഥലവും ഇപ്പോൾ വൃത്തിയായിട്ട് ഇതെല്ലാം വീട് വന്നതാണ്. ഇങ്ങനത്തെ കാട് ആർത്തുക്കാവിൻ്റെ ഇരിക്കുന്നത്. അപ്പുറവും കാടാണ്. അങ്ങനത്തെ കാട് വീടിയല്ല. ഇപ്പം കാടാണ്. ഇപ്പം വീട് വന്നില്ല. വീടൊന്നും വീട് വന്നില്ല. വിശാൽ ഗായ്സ് ഇവിടെയെല്ലാം ഇവിടെയൊന്നും പോസ്റ്റ് ഉണ്ട്. പക്ഷെ ഇപ്പോഴൊന്നും ഇട്ടിട്ടില്ല. അതെ നല്ല ഇരുടിതാ. പാമ്പാട്ടും ഉണ്ടാവൂടാ. ഇവർക്കൊന്നും ലൈറ്റ് ഇട്ടൂടാ ഗായ്സ്. ഇവിടെ
വെള്ള കളർ, ഇവിടെ ചുവപ്പ് കളർ. അതെല്ലാടെ അങ്ങനെ തന്നെയല്ലേ. എന്ത് കണ്ട കത്തുന്ന് ഇതാ. പക്ഷെ അപ്പുറത്തെ ഭാഗത്ത് ആദ്യം ചുവപ്പ്, അപ്പുറത്തെ ഭാഗത്ത് പക്ഷെ ആദ്യം ചുവപ്പ്. കാണിച്ചതേ ഇതാ. അപ്പുറത്തെ ഭാഗത്ത് ആദ്യം ചുവപ്പ്, അപ്പുറത്തെ ഭാഗത്ത് വെള്ളം. ഇതാണ് ഗൈസ് ബനിയൻ കമ്പനി. അത് കണ്ടിയോ നേരത്തെ പറഞ്ഞായിരിക്കുമല്ലേ നമ്മൾ. സൂമെല്ലാം ഇടുന്ന പഠിച്ചിന്. പറ, നമ്മളോട് പറ. പറയടാന്ന് പ്രാർത്ഥിച്ച. എന്താ അച്ഛന് പൈസ വരണോന്നായിരിക്കല്ലേ. ആന്നാ അച്ഛന് പൈസ വരണോന്ന് പ്രാർത്ഥിച്ച. ഞാൻ കേട്ടിന് പ്രാർത്ഥിക്കുന്നത്. മുത്തപ്പാന്ന് വിളിച്ചാ പ്രാർത്ഥിച്ചല്ലേ. മുത്തപ്പ അച്ഛന് പൈസ കുറേ വേണേന്ന് മുട്ടായി വാങ്ങിയല്ലേ. പിന്നെ പുതിയ കാർ എടുക്കാനാ. വീട്ടിലില്ല കാർ പോരാ. മേഴ്സഡീസ് ബെൻസ് എടുക്കും. മേഴ്സഡീസ് ബെൻസ് എടുക്കാനാ ഇഷ്ടം പോലെ എടുക്കും. എന്താ അതിനാ കുറേ പൈസ. ക്രിസ്മസ് ആയാലും എടുക്കാൻ കഴിയും. ക്രിസ്മസ് ആയാലാ? ബിസിനസ് മാൻ ആയാലാ? അതിനാ കുറേ പൈസ വേണം പ്രാർത്ഥിക്കുന്നു. അതിന് അച്ഛൻ ബിസിനസ് മാൻ ആവണോന്നല്ല പ്രാർത്ഥിക്കണ്ടേ. അങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ലല്ലോ ദിശാനെ. അച്ഛൻ ബിസിനസ് മാൻ ആവണോന്ന് ഞാൻ പ്രാർത്ഥിച്ചില്ലല്ലോ. പ്രാർത്ഥിച്ചില്ല അച്ഛൻ ബിസിനസ് മാൻ ആവണോന്ന്. ക്രിസ്മസ് അല്ല, ബിസിനസ്. അമ്പിളി മാമൻ ഓൻ്റെ കൈനെ കൊണ്ട് ഇങ്ങനെ വെച്ചിട്ട് ബൈനോക്കുലർ പോലെ നോക്കുന്നു അമ്പിളി മാമൻ. ഓനാന്നും അറിയില്ല, ആലും പണ്ട്. ഇത് കണ്ട തിളങ്ങുന്ന ടോർച്ചടിക്കുമ്പോൾ ടോർച്ച് ഓഫാക്കിയ കണ്ട തിളങ്ങൽ നിർത്തി. ടോർച്ചടിക്കുമ്പോൾ ആയി, ടോർച്ചടി നിർത്തുമ്പോൾ പോയി. ശനി സാധനം നോക്കിക്കേ. കണ്ടാ 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 മിന്നുന്നുണ്ട്, മിന്നുന്ന കണ്ടാ കണ്ടാ കണ്ടാ. ആ സാധനം നോക്ക്, ആ സാധനം കണ്ടാ. വെളിച്ചടിക്കുമ്പല്ലേ അത് പിന്നെ അല്ല ഉണ്ട് അങ്ങോളം കാണേ. ഇവിടെ എന്തോ കഥയില്ലേനാ നിങ്ങള്. എന്താ 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 പറയാൻ പറ്റാത്ത. നിങ്ങൾക്കെല്ലാം പേടിയോ? നമ്മൾ കേട്ടിന് കേട്ടാ. പിന്നെ അത് മനസ്സിൽ വെച്ച വണ്ടി രണ്ടെണ്ണം വരുന്നുണ്ട് സൈഡിൽ. പണ്ട് പുല്ല് പറിക്കാൻ വരും. വേറെ അങ്ങോട്ട് ആടുണ്ടായിരുന്നു, ആടിന് ചപ്പെടുക്കാനെല്ലാം വരും. അങ്ങനെ ഒരു ദിവസം ആ ഗേറ്റിലൊരു ചെക്കൻ മരിച്ചു കണ്ട്. നീ വണ്ടി വരുന്നുണ്ട് സൈഡിൽ മരിച്ചു കണ്ടല്ലേ. പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല. പിന്നെ പിന്നെ ഇങ്ങനെ അറുത്തക്കാൾ പോകും. പിന്നെ പശുവെല്ലാം പോയി. അതിൻ്റെ ചെരുപ്പ് കൊടുത്തു. പിന്നെ പശുവെല്ലാം ചത്തുപോയി. പശുവെല്ലാം വിറ്റ്. കുറേ കോഴിയില്ലേനെ, കോഴിയെല്ലാം ചത്തുപോയി. കോഴീനെ കൊടുക്കുകയും ചെയ്തു. പിന്നെ കുറുക്കൻ കുറേ കൊണ്ടുപോവുകയും ചെയ്തു. ഇതെന്നാണ് പേടിക്കാൻ എന്നാണ് ഒരു ചെക്കനവിടെ മരിച്ച്. എങ്ങനെയാ മരിച്ച്? അതൊന്നും പറയാൻ പാടില്ലല്ലോ. വേണ്ട കണ്ട കാശ് പിന്നെ മിന്നുന്ന വേണ്ടാത്തതെല്ലാം ഇനി കട്ടാക്കിട്ട് എഡിറ്റ് ചെയ്യണം. എന്തിനു ഇതെല്ലാം വേണ്ട. നല്ലുണ്ട്. അതാ
അതും കണ്ട ഇങ്ങനെ നീ തോർത്ത് കണ്ട വണ്ടി നോക്ക്, വണ്ടി കണ്ട സത്യോ വണ്ടി ഓണായി. അത് വേറെ വണ്ടി വരുമ്പോൾ വിളിച്ചിട്ട് നീ കാണുന്നുണ്ട്. അറിയാം. ഇത് കണ്ട ടിങ് ടോങ് ടിങ് ടോങ് ടിങ് ടോങ് ടിങ് ടോങ് ടിങ് ടോങ്. ഇരുടായി ഇരുടായി ഇരുടായി. ഇവിടെ എന്താ ഇവിടെ പോസ്റ്റ് ലൈറ്റൊന്നും ഇടാത്ത, പോസ്റ്റ് ലൈറ്റൊന്നും ഇടാത്ത. നമ്മളെവിടേക്കും പോസ്റ്റിന്മേലുള്ള ലൈറ്റൊന്നും കത്തുന്നില്ല. നമ്മളിപ്പോൾ ഇരുട്ടത്താ പോണ്ടി വരികയെന്ന് അറിയില്ല. അതിന് ടോർച്ചുണ്ട്. ഇന്നലെ മാമൻ വിളിക്കുന്നതായിട്ടില്ല. ഇലക്ട്രിസിറ്റി KCB ഗ്രാമപഞ്ചായത്താ അല്ല, അത് KCB നോക്കണം. പഞ്ചായത്തിൽ നിന്ന് എപ്പോൾ ആൾ വരുമോ? അത് ബൾബ് മാറ്റാനാ വരും. ബൾബ് പോയാൽ ബൾബ് ഇടാനാ വരും. പഞ്ചായത്തിൽ നിന്നാ? ഇത് KCB-ൻ്റെയാ? ഇത് കാര്യം അങ്ങനെ ഇതാവരെ ലൈറ്റ്. ഏത് ഈ പോസ്റ്റുമെല്ലാം നമുക്ക് കിട്ടില്ല. ഇതെല്ലാം ഇവരെ തന്നെ സ്വന്തം. ഈ വീട്ടിലാ? ഇല്ലാതെ ഇപ്പോൾ അങ്ങോട്ടല്ലേ ഇരുടാ. നിലം നോക്കണം. ഇനി നമ്മൾക്കില്ലേ റോഡുമ്മ കയറിയിട്ട് വീഡിയോ എടുക്കല്ലേ. ഇവിടെ ഭയങ്കര ഇരുട്, ടോർച്ചടിക്കണം. ഗായ്സ് ഇവിടെയും വെളിച്ചില്ല, ഇവിടെയും ഭയങ്കര ഇരുട്. ഇല്ല ഇവരല്ല നമ്മളെ വീട്ടിൽ വെള്ളം എടുക്കാൻ വരുന്നു. ഇവരോട് അങ്ങ് പോന്നു. കുപ്പി അടിച്ചിട്ട് അങ്ങോട്ട് പോകും. നമ്മളെ വീട്ടിലല്ലേ വിത്ത് ഇവൻ വരില്ലേ, വേറെ അടുത്തല്ല വരിക. ലുങ്കി ഇട്ടിച്ച് ഓയെ വന്നിട്ട് പോയായിരിക്കും. ഓൻ 6:30 വരും. ഇപ്പം 7:30 ആയി. 7:30 ഇരുട് നോക്കുമ്പോൾ പണ്ടൊന്നും ഇത്ര ഇല്ലേനു. ആ 7:30 ഭയങ്കര ഇരുട് ഇവിടെ. നമ്മളെ വീടെത്താനായി ഗായ്സ്. വീട് സ്ഥലത്തിൻ്റെ പേര് മുരിക്കോളിമുക്ക്. സ്ഥലത്തിൻ്റെ പേര് മുരിക്കോളിമുക്ക് അല്ലേ? സ്ഥലത്ത് നമ്മൾ നിൽക്കുന്ന വീട് എവിടെ? നമ്മളെ വീട് നിൽക്കുന്ന സ്ഥലമാണ് മുരിക്കോളിമുക്ക്. ഓക്കെ, നമ്മളെ വീട് ആക്കുമ്പോൾ പറഞ്ഞു കൊടുക്കാൻ. അതെന്ത് ഡെലിവറി ബോയ്ക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ പറയും. അച്ചങ്കര പള്ളീൻ്റെ റോഡ് കയറിയിട്ട് ഫസ്റ്റത്തെ ടേണിങ്ങിൽ കൊടിമരത്തിൻ്റെ സൈഡിലെ വീട് എന്ന് പറയും അല്ലേ? കൊടിമരം കാണിച്ചു തരാം കേട്ടോ. നമ്മൾ കൊടിമരത്തെ എത്തി. നമ്മൾ ഈ വളവ് ആരാ വെളിച്ചം കൊടുക്കുന്നതെന്ന് അറിയാം? സൂര്യ. ആ ഇതാണ് കൊടിമരം. ഇരുടായോണ്ട് കാണൂല. ഇതാ കണ്ട ഇത്രയും വലുത്. ഇതാണ് നമ്മളെ വീട്. നമ്മളെ വീട് ഒരു പൂന്തോട്ടത്തിൻ്റെ വീട് ഇട്ടിട്ടുണ്ട്. ഇതാ നേരം ഇവനെന്നാ എന്ത് പ്രാർത്ഥിച്ചെന്നാ അമ്പലത്തിൽ പോയിട്ട് മുത്തപ്പ അച്ഛന് കുറേ പൈസ ഉണ്ടാവണേ. ദിശാന് വേണ്ടിയിട്ടൊന്നും പ്രാർത്ഥിച്ചിട്ടില്ല. അച്ഛന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനാ നീ അമ്പലത്തിൽ പോയ? അച്ഛൻ എവിടെയോ പോയി. ടാറ്റാ ബൈ ബൈ. ഇനി അടുത്തൊരു ബ്ലോഗിൽ കാണാം.